ഞാൻ ഇൻട്രസ്റ്റ് ആയത് ഇവരുടെ പ്രൈസിലാണ്. ഞാൻ വേറെ കമ്പനിയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴുള്ള പ്രൈസും സെയിം ക്വാളിറ്റിയിൽ ഇവർ നല്ല ബെറ്റർ പ്രൈസിൽ എനിക്ക് ചെയ്തത്. ഹായ്, എൻ്റെ പേര് അൻഷാദ്. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ വൈഫ് ശബന അൻഷാദ്. ഞങ്ങൾ രണ്ടുപേരും പുറത്താണ്. ഞങ്ങൾ ഇൻറ്റീരിയറിനെ പറ്റി ആലോചിച്ചപ്പോഴത്തേക്കും കുറേ ടൈം എടുത്തു ഇൻറ്റീരിയറിലോട്ട് എത്താൻ വേണ്ടി. ഒരു 6 മാസത്തോളം ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇൻറ്റീരിയറിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ കിട്ടാത്തത് കൊണ്ട് ഒത്തിരി ടൈം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു കൊളീഗ് വിനോദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ ഇൻറ്റീരിയറിൻ്റെ ഓണറെ വിനോദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഫസയിൽ എത്തിപ്പെടുന്നത്. സീലിങ്ങിനൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, എങ്ങനെ സീലിംഗ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡിസൈനിൽ തന്നെ സീലിംഗ് ഒക്കെ സെറ്റായി. അങ്ങനെ വീണ്ടും ഒരു 6 മന്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ സീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിൽ നമ്മുടെ ജോയിനറി വർക്കുകളും അതിൻ്റെ റിലേറ്റഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നു. അതിൻ്റെ പ്രൈസുകളൊക്കെ ഓൾമോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുകളൊക്കെ ആയിരുന്നു. എല്ലാം സപ്പോർട്ടും ചെയ്തു. അവർ വർക്കേഴ്സ് ആണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഫൈനൽ ഇൻസ്റ്റലേഷൻ മുമ്പ് ഒരു മോക്കപ്പ് പോലെ ചെയ്തിട്ട് ആണ് അവർ നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്കും ഈസി ആയിരുന്നു, എല്ലാം ഒരു ഐഡിയ കിട്ടുമായിരുന്നു. യൂസ്ഡ് ക്ലോത്ത് ഇടാനുള്ള ഷെൽഫ് കാര്യങ്ങൾ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞാനൊരു 3-4 കൊട്ടേഷൻസ് എടുത്തിരുന്നു. അതിൽ ഏറ്റവും ബെറ്റർ പ്രൈസിൽ ഇവർ എല്ലാം, ഞാൻ എന്താണ് വേറെ കമ്പനിയിൽ നിന്ന് എടുത്ത് ആ സ്കോപ്പ് എല്ലാം ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യാണ്ട് ആ സ്കോപ്പുകളെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ എനിക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഇവർ കംപ്ലീറ്റ് ചെയ്തു.